പ്രൈസ് ലോർഡ്. ആസ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് 2026 നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടാൻ പറ്റിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ ഞാൻ തിരിച്ചു വരുന്ന ഡേറ്റ്സ്, വെക്കേഷന് വരുന്ന ഡേറ്റ്സ് എന്നെക്കാൾ നല്ലപോലെ ലിജി ചേച്ചിക്കാണ് അറിയാവുന്നത്. അപ്പൊ അതനുസരിച്ച് എന്നോട് പറയാൻ സെഷൻ എടുക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ്, ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. അതുകൊണ്ട് ഐ എം ഓൾവേസ് ഹാപ്പി. താങ്ക് യു ഫോർ ദിസ് opportunity to help me stand here. I thank the Sakim committee and everyone present here for this opportunity. ഞാൻ എന്ത് സംസാരിക്കും എന്ന് ആലോചിച്ചപ്പോൾ വൺ ഓഫ് മൈ മേജർ തോട്ട് വാസ് തിയറി ആക്കണോ, അത് ബോറാവൂലേ. അതുകൊണ്ട് ഞാൻ വെച്ചാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആവാം, ഒരു സെൽഫ് റിഫ്ലക്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു, ഇപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് മേക്സ് യു യു? സോ ഇറ്റ്സ് എ സെൽഫ് റിഫ്ലക്റ്റിംഗ് ക്വസ്റ്റ്യൻ. സോ ഇതിനുള്ള ഉത്തരം എനിക്ക് ആക്ച്വലി പ്രോപ്പറായിട്ട് ഇന്ന് തരാൻ പറ്റത്തില്ല. സോ ലെറ്റ്സ് ഓൾ ആസ്ക് ourselves. നമ്മളോട് നമുക്ക് ചോദിക്കാം, വാട്ട് മേക്സ് യു യു? ഇവിടെ നമുക്ക് കാണാൻ, we can see this is our body and is this our self? Is that what makes us us? Are we our body? Are we our self? Are we our thoughts? Are we our belief? Are we our habits? Are we our relationships? പുറത്തു നോക്കുമ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ തോട്ട്സ്, ദിസ് കുഡ് ബി അസ്. പക്ഷെ ഇതാണോ നമ്മൾ? ഇസ് ദാറ്റ് വാട്ട് ഡിഫൈൻസ് അസ്? ഇറ്റ്സ് നോട്ട്. സോ വി കൻ സേ ദാറ്റ് നമ്മൾ എപ്പോഴും വി ആർ ഇവോൾവിംഗ് ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സ് പറയുന്ന ഒരു ഓർഗാനിസം. വി കീപ് ഓൺ ഇവോൾവിംഗ് ആൻഡ് വി കീപ് ഓൺ ചേഞ്ചിങ് ഓവർ ദ ടൈം. സോ 5 വർഷം മുന്നേ ഉണ്ടായിരുന്ന എൻ്റെ തോട്ട്സ്, എൻ്റെ ബിലീഫ്, മൈ ബോഡി ഇസ് നോട്ട് what I am today. So what is it that is not changing? എന്താണ് ചേഞ്ച് ആവാതെ ഞാൻ എന്നുള്ളൊരു പേഴ്സണിൽ നിൽക്കുന്ന ഒരു കാര്യം? സോ അതിന് 4 മെയിൻ പോയിന്റ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഡിവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യു ആർ നോട്ട് യുവർ ബോഡി ഓർ യുവർ തോട്ട്സ്, യു ആർ ദ വൺ ഹു നോട്ടീസസ് ഇറ്റ്. സോ നമുക്ക് ഈ ഫോട്ടോയിൽ കാണാം, ഇതിലൊരു ട്രാഫിക് ആണല്ലേ, ഒരു ട്രാഫിക്കിന്റെ ഇടയിൽ ഒരാളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. സോ ഇതിൽ where exactly are we placed? We are not our body, our thoughts. നമ്മുടെ ബോഡി it keeps on changing. നമ്മുടെ സ്കിൻ ഡേ ടു ഡേ റിപ്പയർ ആവാണ്, ഇറ്റ്സ് ബിൽഡിംഗ് ഓവർ, ആൻഡ് our cells keep on changing over the 4 weeks. So നമ്മുടെ ബോഡി, നമുക്കറിയാം, we go through pain, we go through problems, we go through injury, but we still recover. നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാം, കുറയാം, ഹൈറ്റ് കൂടാം, കുറയാം. പക്ഷെ one thing that remains is not our body. Our thoughts, emotions, belief, that's also evolving over time. വീട്ടില് അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ, നമുക്ക് അമ്മ വയലന്റ് ആകുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുന്നത് വിശപ്പാണോ റീസൺ. അപ്പൊ ആൾക്ക് നമ്മളൊരു പെട്ടെന്നുള്ള പ്രിക്കോഷൻ ആണ്, നമ്മൾ നല്ല ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അമ്മ പെട്ടെന്ന് കാം ഡൗൺ. അപ്പൊ വാട്ട് ഈസ് ദ റീസൺ ദാറ്റ് പുള്ളിക്കാരി ആദ്യമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ തോട്ട്സ് അങ്ങനെ ചേഞ്ച് ആവാനുള്ള റീസൺ എന്താണ്? മേ ബി ചുമ്മാ വിശപ്പായിരിക്കും. നല്ല ഫുഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് തീരാൻ പറ്റുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. സോ ടു ഏബിൾ ടു നോട്ടീസ് ദിസ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു സെൽഫ് ആസ് എൻ ഒബ്സർവർ എന്ന് പറയും സൈക്കോളജിയിൽ, ഈ ഒരു ഫിനോമിന. സോ വില്യം ജെയിംസ് എക്സ്പ്ലെയിൻസ് ഇറ്റ് ആസ് experience and the self that knows the experience. It's when you understand and notice experience in life, you are able to navigate. നമ്മുടെ ലൈഫിലുള്ള കുറേ പ്രോബ്ലംസിൻ്റെ റൂട്ട് കോസ് എന്താ നമ്മൾ നോട്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് we can pass through it, we can navigate through it. Your body changes, your thoughts changes, your experience changes, but your capacity to notice is what stays. You are not what passes through you, you are the one who's aware of its passing. അപ്പോൾ ഫസ്റ്റ് എൻ്റെ പോയിന്റ് ആണ്, നമ്മൾ നോട്ടീസ് ചെയ്യണം. നമ്മൾ കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ ഇവൻറ്റ്സും എക്സ്പീരിയൻസും എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, നമ്മുടെ ഇമോഷൻസ് എന്തുകൊണ്ടാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മളിത് നോട്ടീസ് ചെയ്യണം. ഇറ്റ്സ് സപ്പോസ് ടു ബി അവെയർ ഓഫ് അവർ ഇമോഷൻസ്. മൈ സെക്കൻഡ് പോയിന്റ് ഇസ് യു ആർ നോട്ട് യുവർ വീക്ക്നെസ് ആൻഡ് യുവർ സെറ്റ് ബാക്സ്. ഞാനൊരു ചെറിയ കഥ എന്നോട് അപ്പം റീസെൻ്റ്ലി പറഞ്ഞു തന്നൊരു കഥയാണ്. എല്ലാവരും പിക്ചറിലോട്ട് നോക്കിക്കോ. ദിസ് ഈ കുഞ്ഞു മോനിലെ ഈ വൈറ്റ് ഇട്ടേക്കുന്ന ഈ മോനാണ് മാർക്ക്. ഓക്കെ, ഹീസ് എ 10-year-old ബോയ്. നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന തിങ് ഈസ് ഹി ഡസൻറ്റ് ഹാവ് ഹിസ് ലെഫ്റ്റ് ആം. മാർക്കിന് ലെഫ്റ്റ് ആം ഇല്ല ഇവിടെ. അപ്പോൾ മാർക്കിന് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു, മാർക്കിന് ജൂഡോ പഠിക്കണം. ഹി വാണ്ട്സ് ടു എക്സെൽ ഇൻ ദാറ്റ് ഫീൽഡ്. സോ ജൂഡോ എന്ന് പറയുന്ന ഒരു മാർഷ്യൽ ആർട്ട് പറയുമ്പോൾ നമ്മളായിരിക്കും ഹൗ വിതൗട്ട് എ ലെഫ്റ്റ് ആം ഹൗ ഇസ് ഹി ഗോണ എക്സെൽ ഇൻ ദാറ്റ് ഫീൽഡ്. സോ മാർക്ക് ഒരു ട്രെയിനറിൻ്റെ അടുത്ത് പോയി, ആക്ച്വലി ജാപ്പനീസ് ട്രെയിനർ ഹി വെന്റ് ടു. And ഈ ട്രെയിനർ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഐ കൻ ടീച്ച് യു, എനിക്ക് തന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഹി സ്റ്റാർട്ടഡ് ഹിസ് ട്രെയിനിങ്.
അപ്പോൾ 3 മാസം കഴിഞ്ഞു മാർക്ക് വാസ് ഡൂയിങ് റിയലി വെൽ ആൻഡ് പക്ഷെ ഒരു പ്രശ്നമുള്ളൂ, ആ ട്രെയിനർ ആകെ ഒരൊറ്റ മൂവേ മാർക്കിനെ പഠിപ്പിച്ചുള്ളൂ, ഒരൊറ്റ ഡിഫൻസ് മെക്കാനിസം. അപ്പോൾ മാർക്ക് വീണ്ടും പഠിത്തം കണ്ടിന്യൂ ചെയ്തു. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ജസ്റ്റ് ദിസ് വൺ മൂവ് എല്ലാ ദിവസവും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ മാർക്കിൻ്റെ ഫസ്റ്റ് ടൂർണമെൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഇവൻറ്റ് വന്നു. അപ്പോൾ മാർക്കിൻ്റെ ട്രെയിനറോട് ചോദിച്ചു, എന്നെ ഈ 3 മാസമായിട്ട് ഒറ്റ മൂവ് മാത്രമേ പഠിപ്പിച്ചുള്ളൂ, ഈ ഒരു മൂവ് വെച്ച് ഞാൻ എങ്ങനെ ടൂർണമെൻറ്റിന് പോവാം? സോ ഹിസ് ട്രെയിനർ സെഡ്, ഇറ്റ്സ് ഓക്കെ, യു ജസ്റ്റ് നീഡ് ദിസ് വൺ മൂവ്. ആ ഒരു വിശ്വാസത്തിൽ മാർക്ക് ടൂർണമെൻറ്റിന് പോയി. ഡ്യൂറിങ് ഹിസ് ഫസ്റ്റ് 2 ഒപ്പോണൻസ് മാർക്കിന് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി ആ ഒരൊറ്റ മൂവ് വെച്ചിട്ട്. പക്ഷെ മാർക്കിൻ്റെ ഈ തേർഡ് ഒപ്പോണന്റിനെയാണ് നമ്മൾ കാണുന്നത്. ഈസ് വെരി ബിഗ് കമ്പയർഡ് ടു മാർക്ക്, വലിയൊരു മനുഷ്യനാണ്. എങ്ങനെ മാർക്ക് ഈ ഒരൊറ്റ മൂവ് വെച്ച് ഡിഫെൻഡ് ചെയ്യുന്ന അവനോട് തന്നെ അവൻ ചോദിക്കാൻ തുടങ്ങി. സോ ദിസ് കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഈ ഒരു പേടി കാരണം മാർക്കിൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ലോ ആയി. ബട്ട് മാർക്കിൻ്റെ ട്രെയിനർ പറഞ്ഞൊരു കാര്യമാണ്, ലെറ്റ് ഹിം കണ്ടിന്യൂ, ഗോ ത്രൂ ഇറ്റ്. മാർക്കിൻ്റെ ഫൈനൽ ഒപ്പോണന്റിനെ ഫേസ് ചെയ്തു. Mark won the match. He won and he defeated his opponent with this one move. ജയിച്ചപ്പോഴും മാർക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ on his way back home, Mark asked the trainer, how did I win with just one move? അപ്പോൾ മാസ്റ്റർ റിപ്ലൈ ചെയ്ത കാര്യമാണ്, first you mastered one of the most difficult throws in judo. Second, the only known defense, the only way to make him fail this is by grabbing his left arm. മാർക്കിന് ലെഫ്റ്റ് ആം ഇല്ല. ഈ മാർക്കിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരൊറ്റ വേസ് ടു ഗ്രാബ് ഹിസ് ലെഫ്റ്റ് ആം. സോ നമ്മളെപ്പോഴും നമ്മുടെ വീക്ക്നെസ് ആൻഡ് നമ്മുടെ കുറവുകളെ കൺസീൽ ചെയ്യാൻ നോക്കണം. വി ആർ ട്രൈങ് ടു ഹൈഡ് ഇറ്റ്, ബട്ട് ഡു വി എവർ ടേക്ക് ദ ടൈം ടു എംബ്രേസ് ഇറ്റ്? അത് നമ്മളാണെന്ന്, ദാറ്റ്സ് വാട്ട് മേക്സ് അസ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരു ശ്രമം നടത്താറുണ്ടോ? വീക്ക്നെസ് ഓൾവേസ് ഫ്രൈറ്റൻസ് അസ്. We are always in a run to trade our weaknesses and to display ourselves better. We have the perfect series, but are we really happy with what we do? Is that what we do? We have the perfect marriage and certificates, but we are always trying to conceal the problems and trials through photos, through whatever. We hide our weakness deep within ourselves. It's when we embrace our weakness that our true self is truly found. ഇപ്പോൾ നമുക്ക് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നുള്ളൊരു ടേം വി ഓൾ നോ അത് മാറ്റി സ്പെഷ്യലി ഏബിൾഡ് എന്നാക്കി. ഞാൻ മോസ്റ്റ് ഒബ്സർവേഷൻ കേസസ് നമ്മൾ നോട്ടീസ് ചെയ്ത ന്യൂറോ ഡൈവേർജൻറ്റ് ഇൻഡിവിജ്വൽസ്, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വീക്ക് സ്റ്റുഡൻസ് ഓർ അവർക്ക് പറ്റാതാവുന്ന ഇൻഡിവിജ്വൽസ്, ദർ ആക്ച്വലി റിയലി സ്ട്രോങ് ദാൻ വി ആർ. നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നേക്കാളും കൂടുതൽ അവർക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇറ്റ്സ് വെൻ വി അപ്രീഷിയേറ്റ് ആൻഡ് എൻകറേജ് ദം ദാറ്റ് അവർ ട്രൂലി റിക്കവർ ആവുന്നത്, അവർ മാറുന്നത്. So it's important to understand that our weakness is truly sets us apart and makes us unique in this world. The Bible പറയുന്നുണ്ട്, our weakness is an opportunity to grow closer to God. 2 Corinthians 12:19 says, for when I'm weak, then I'm strong. It's the weakness that puts us in. It's the understanding of it and using it as strength that makes you. Our weakness is what makes us. So the second point is, it's not your weakness or setback, but your strength to grow through it. ഇപ്പോഴാണ് നമ്മളെല്ലാവരും ബലൂൺ ഒന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ബലൂൺ പിടിച്ചോ. My third point is, you are not what happens to you, you are what you retain. ഇപ്പോൾ നമുക്ക് ഈ ബലൂൺ പിടിക്കുമ്പോൾ ഞാൻ പറയുന്ന ഓരോ കാര്യത്തിലും ബലൂൺ ഒന്ന് വീർപ്പിക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാറ്. സോ നമ്മുടെ ഈ ബലൂൺ ഈ നമ്മുടെ ലൈഫ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ലൈഫിൽ വി ഗോ ത്രൂ എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രോം എ കിഡ്. നമ്മൾ ചെറുതാകുമ്പോൾ തന്നെ നമുക്ക് സ്കൂളിൽ കമ്പാരിസൺസ്, പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, വെർ വി ആർ ഓഫൻ ടോണ്ടഡ്. വീർപ്പിച്ചോ ഇടയ്ക്ക് ഇങ്ങനെ വീർപ്പിച്ചോ. പിന്നെ ഫർദർ ത്രൂ ഇറ്റ് വി ഫേസ് നമ്മുടെ ജോലി ഇഷ്യൂസ്, നമ്മുടെ മാനേജേഴ്സ് മൈ പുഷസ് ഇൻ. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ടെംപ്റ്റേഷൻസ് ഉണ്ടാവാം, ഫാമിലി ലൈഫിൽ പ്രഷർ ഉണ്ടാവാം. നമ്മുടെ ഈ ബലൂൺ നമ്മുടെ പ്രഷറാണ് കേട്ടോ, നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഓരോ ഇഷ്യൂസ്. ഓക്കെ, വീർപ്പിച്ച് ഒരു പോയിന്റ് ആകുമ്പോൾ what happens? ബലൂൺ എന്താ പറ്റുന്നത്? ബർസ്റ്റ് ആവും. നമ്മുടെ പ്രഷർ നമ്മുടെ വിടണ്ട എല്ലാവരും ബലൂൺ പിടിച്ചിരുന്നു. നമ്മുടെ ഈ ലൈഫിൽ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രഷേഴ്സും ഇൻക്രീസ് ആകുമ്പോൾ ഒരു പോയിന്റ് ആകുമ്പോൾ ഈ ബലൂൺ പൊട്ടും. ആരെങ്കിലും പൊട്ടിയോ ഇതുവരെ? ഇല്ല, ആരും പൊട്ടണ്ട. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഇത്
കൺസിഡർ ചെയ്യാം. ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇത് പൊട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് വാട്ട് ഇഫ് യു ആർ ഏബിൾ ടു റിലീസ് ഇറ്റ്? എല്ലാവരും പതിയെ ഒന്ന് റിലീസ് ചെയ്തോ. സോ ദാറ്റ്സ് വാട്ട് ഐ ആം ട്രൈയിങ് ടു സേ. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പ്രഷർ ഈസ് ഇന്നെവിറ്റബിൾ. നമുക്ക് പ്രഷർ ഒരിക്കലും ഇല്ലാണ്ടാവുക നമ്മുടെ ലൈഫിലെ പ്രോബ്ലംസ് നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ബട്ട് വൺ തിങ് ദാറ്റ് വി കൻ ഡു ഇസ് ഈ പ്രഷർ ബേസ്റ്റ് ചെയ്യാൻ ലീവ് ചെയ്യുന്ന പകരം റിറ്റെയിൻ ഇറ്റ്, ഓർ ലൈക്ക് ലീവ് ഇറ്റ്, റിലീസ് ഇറ്റ് ടു എ പോയിന്റ് വെർ യു നോ ദാറ്റ് യു ഡോണ്ട് ഔട്ട്ബേസ്റ്റ് ഇറ്റ് ടു അനദർ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറയാം, എൻ്റെ കയ്യിലുള്ള ബലൂൺ ഇപ്പം ഞാൻ ഊതി വീർപ്പിച്ച് പ്രഷർ അക്യുമുലേറ്റ് ആയി പൊട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഐ എം റിഫ്ലെക്റ്റിംഗ് ഇറ്റ് ടു അനദർ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഞാനിപ്പോൾ വർക്ക് ചെയ്യാണ്. എൻ്റെ മാനേജർ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് എന്നെ ഒരു ആവശ്യമില്ലാണ്ട് സ്കോൾഡ് ചെയ്യുന്നു. ഐ ഹവ് നോട്ട് ഡൺ നോ റോങ്, പക്ഷെ എന്നെ ബ്ലെയിം ചെയ്യുന്നു. ഇത് കാരണം എൻ്റെ ബലൂൺ ഇങ്ങനെ വീർത്ത് പൊട്ടുമ്പോൾ ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഐ ഷോ ഇറ്റ് ടു എവ്രി വൺ. മേ ബി ആ ഒരു ദേഷ്യവും ആ ഒരു ആങ്കർ ഇസ് വാട്ട് വി റിഫ്ലെക്ട് ടു അവർ കിഡ്സ്, അവർ ഫാമിലി. അപ്പോൾ അത് എന്തൊരു കോസാണ് ടു ബ്ലോ അപ്പ് ദെയർ ബലൂൺസ്. നമ്മുടെ മക്കൾ അപ്പോൾ that will be നമ്മുടെ പേരൻസ് നമ്മളെ വഴക്ക് പറഞ്ഞു that will be a reason for them to blow up their balloons. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു അക്യുമുലേഷൻ ഓഫ് പ്രഷർ കാരണം വേറെ ആളെ എഫക്റ്റ് ചെയ്യാണ്ട് ലെറ്റ്സ് റിലീസ് ഇറ്റ്. ഓക്കെ, ലെറ്റ്സ് റിലീസ് ഇറ്റ് ടു എ പോയിന്റ് വെർ ഇറ്റ് ഡസൻറ്റ് ഓവർബർഡൻ us. ഈ റിറ്റെയിൻ എന്ന് പറയുന്ന സംഭവം, എവറി എക്സ്പീരിയൻസ് വി എൻകൗണ്ടർ ഇൻ ആർ ലൈഫ് ക്രിയേറ്റ് സംതിങ്. Experience are meant to pass by, not live through us. Pressure is unavoidable. What overwhelms us is the accumulation. Identify and formed and carry it forward. You are made by what you hold on to. Nammade balloon is what our life is. What we hold on to is what makes us. So ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഫേസ് ചെയ്യുമ്പോൾ understand that this is just an experience and release the unwanted part. നിങ്ങളുടെ അപ്പ എപ്പോഴും പറയും, നമ്മൾ ലൈഫിൽ എൻകൗണ്ടർ ചെയ്യുന്ന ചില ഇൻട്രാക്ഷൻസോ ചില ആൾക്കാരോ ചില എക്സ്പീരിയൻസ് ഇസ് ടു മേക്ക് us അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് നോട്ട് ടു ബി, എന്താവില്ല, അല്ലെങ്കിൽ ടേക്ക് ഇറ്റ് ബാക്ക് ആസ് എ വേ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് നോട്ട് വാട്ട് യു വാണ്ട് ഇൻ ലൈഫ്. സോ അങ്ങനെ ചില എക്സ്പീരിയൻസസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഗ്രാവിറ്റി ആൻഡ് റിലീസ് ഇറ്റ് ബിഫോർ ഇറ്റ് ബേഴ്സ്റ്റ് യുവർ സെൽഫ് ഓർ ഇറ്റ് എഫക്ട്സ് യുവർ എൻറ്റയർ ലൈഫ്. ലാസ്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇസ്, ഹു ആർ യു വെൻ നോബഡി ഈസ് വാച്ചിങ്? ഈ ഒരു ക്വസ്റ്റ്യൻ ഇസ് സംതിങ് ദാറ്റ് റിഫ്ലെക്ട്സ് മീ ആസ് വെൽ. നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ഇസ് എ പെർഫോമൻസ്, ഒരു ആക്റ്റാണ് നമുക്ക് പറയാം. ഓക്കെ, വി ആർ നമ്മളിപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഇവിടെ എന്നെപ്പറ്റി ഒരാളോട് പറയാം, ദിപിനങ്ങൾ എന്നെപ്പറ്റി നല്ല രീതിയിൽ സംസാരിച്ചു. ഇപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ എന്നോട് അമ്മയോട് ചോദിക്കുകയാണെങ്കിൽ പറയാം, രോഗമടിച്ചാണ്, വീട്ടിലൊരു പണി എടുക്കത്തില്ലാന്ന്. അപ്പോൾ അതേപോലെ കോളേജിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നെപ്പറ്റി വേറൊരു അബ്രിവേഷൻ പറയാം. എവ്രി വൺ ഹാസ് എ ഡിഫറെൻറ്റ് മീനിങ് ഫോർ മീ. ഞാൻ എന്താണെന്ന് എല്ലാവർക്കും വേറെ വേറെ അഭിപ്രായങ്ങളാണ്. പക്ഷെ when we are trying to impress all of it and keep up to all of it, that's when stress is caused. നമ്മുടെ ലൈഫിൽ നമ്മൾ പുറത്തെന്താണെന്ന് കാണിക്കുന്നത് how much different it is from what we truly are. That's why stress is caused. നമ്മുടെ ഇന്നർ വോയിസ് ഇസ് ദാറ്റ് ആർ ഔട്ട്വേർഡ് എക്സ്പ്രഷൻ. എൻ്റെ ഉള്ളിലുള്ള തോട്ട്സ് ആണ് ഞാൻ പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ. So what description of me is ideal? Stress occurs when there is an imbalance between this and we are trying hard to fill in the role society assigned for us. So let's be real to our true self. നമ്മുടെ true self എന്താണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അപ്രീഷിയേറ്റ് it and project that. So who am I എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ എനിക്കായിട്ട് കണ്ടുപിടിച്ചൊരു 4 points are: you are what you notice, you are what you embrace, you are what you retain, and you are what you project. നമ്മുടെ ഈ ഒരു ക്ലാസ്സിലുണ്ട്, this is what I was trying to say. Let's notice things. നമ്മൾക്ക് എന്തെങ്കിലും ഇമോഷൻസ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ let's notice it. Let's embrace our weakness, our setbacks, and understand that's what truly sets us apart. Let's retain our emotions and release pressure when we know we should. Let's project our real and true identity and not try to fit into society's roles for us. Thank you so much. ഈ ഓപ്പർച്യൂണിറ്റി തന്നെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ ഇന്ന് രാത്രി തിരിച്ചു പോവാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവം എല്ലാവരും